ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് പാലക്കാടുള്ള എൻ്റെ ഫ്രണ്ടിൻ്റെ ചേച്ചിയുടെ കല്യാണം അറ്റൻഡ് ചെയ്യാൻ പോകാം. എൻ്റെ UGയിലെ കുറേ ഫ്രണ്ട്സ് വരുന്നുണ്ട്. എല്ലാവരും വെവ്വേറെ സ്ഥലങ്ങളിൽ നിന്നാണ് വരുന്നത്. അപ്പം എല്ലാവരെയും കാണുകയും ചെയ്യാം നമുക്ക്. അങ്ങനെ രാവിലെ തന്നെ ബസ്സൊക്കെ കയറി നമ്മൾ സ്ഥലത്തെത്തി. അവിടെ നിന്ന് ഫ്രണ്ട് വിളിക്കാൻ വന്നു ബസ് സ്റ്റോപ്പിൽ നിന്ന്. ഇവിടെയാണ് കല്യാണം. അപ്പോൾ അവിടെ കുറേ നേരം നിന്ന് സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചങ്ങ് നീങ്ങി. അവിടെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ. പിന്നെ അവിടെ നിന്ന് പിന്നെയും കുറേ നേരം സംസാരിച്ച് അത് കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് പന്തലിലെല്ലാം കൂടെ നടന്നു. നല്ല ഭംഗിയുള്ള വീട്. അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. വ്ളോഗറാന്നോ? ഞാൻ രണ്ടുമല്ല. അപ്പോഴോ കാറിന്ന് ചതയ്ക്കുമോ അതിനകത്തുനിന്ന്. അപ്പോഴത്തേക്ക് നല്ല വെയിലായിരുന്നേ. പിന്നെ നമ്മൾ പന്തലിൻ്റെ അവിടെ ചെന്നപ്പോഴും നല്ല തിരക്കായിരുന്നു. അപ്പോൾ നമ്മളവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തു. ഇവനൊക്കെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് പേടിക്കുന്നുണ്ടോ. പിന്നെ പന്തലിൻ്റെ ഉള്ളിലും നല്ല തിരക്കായിരുന്നു. പിന്നെ നമ്മൾ കസേരയൊക്കെ പിടിച്ച് വേഗം തന്നെ കയറിയിരുന്നു. അതെ, അടുത്ത മിസ്റ്റർ കേരള. ഇവിടെ ഫുഡിൻ്റെ കൂടെ പരിപ്പും നെയ്യും ഉണ്ടായിരുന്നു. ഞാനിതിന് മുന്നേ അത് കഴിച്ചിട്ടില്ല. അപ്പം അതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇവിടെ വേറെ എന്തൊക്കെയോ കുറി കൊടുക്കലോ അങ്ങനെ എന്തൊക്കെയോ പൈസയൊക്കെ എഴുതുന്നൊക്കെ ഉണ്ടായിരുന്നു. ഈ അമ്പലത്തിൽ വെച്ചായിരുന്നു കെട്ട്. നമ്മൾ കല്യാണപ്പെണ്ണിൻ്റെ അനിയൻ്റെ വീട്ടിലേക്ക്, അതായത് ഞങ്ങളെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. ഉള്ള ഫ്രണ്ട്സൊക്കെ പോയി. മീൻസ് ഇപ്പം അവരെ വണ്ടി കയറ്റി വിട്ടു. ഇതേ ഒരു കോഴിക്കുഞ്ഞ് ഓടിപ്പോകുന്നത് ഇവിടെ. ഇവിടെ വലിയ പൊക്കമുള്ളൊരു പട്ടി കണ്ടോ ഗൈസ്. സൈത്തിന് വഴി അറിയില്ല. സൈത്ത് നമ്മളൊരു ഡെഡ് എൻഡിൽ കൊണ്ട് നിർത്തിയേക്കോ. ഇപ്പം എല്ലാം വരുവാടാ. നമ്മള് ഒറിജിനൽ വഴിയിലെത്തി. അങ്ങനെ കുറേ വഴിയൊക്കെ തെറ്റിച്ചെങ്കിലും അവസാനം നമ്മളെ കറക്റ്റായിട്ട് മണിയുടെ വീട്ടിൽ കൊണ്ടെത്തിച്ചു ഇവർ. ഇതാണ് മണിയുടെ വീട്. അവിടെ കുറേ കസിൻസൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മളവിടെ നിന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സൈക്കിൾ ഞാൻ കാണുന്നത്. എൻ്റെ വല്യപ്പച്ചനും അപ്പച്ചനും ഒക്കെ ഈ സൈക്കിളുണ്ടായിരുന്നു. ഞങ്ങൾ കുഞ്ഞായിരിക്കുമ്പം എപ്പോഴും ഈ സൈക്കിളിൻ്റെ പുറകിലും ഫ്രണ്ടിലും ഒക്കെ കയറിയിരുന്ന് ഞങ്ങൾ യാത്ര ചെയ്യുമായിരുന്നു. അപ്പോൾ അതൊക്കെ പറഞ്ഞിരുന്നപ്പോഴത്തേക്കും പെണ്ണും ചെറുക്കനും വീട്ടിൽ വന്ന് പോവായി. അപ്പം അവരെ യാത്ര അയച്ചിട്ട് നമ്മളും അവിടെ നിന്ന് ഇറങ്ങുവായി. സൈത്ത് കൊടുത്ത ചോറ് സാമ്പാറും ഈ പട്ടിക്കുഞ്ഞ് കഴിക്കുന്നില്ല. അപ്പോൾ സൈത്ത് അതിനെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇവിടെയാണ് നീ നിൽക്കുന്നത്, ഇവിടേക്കാണ് ലീക്കാന്റെ വീട്. എനിക്ക് പോകേണ്ടത് ഇവിടേക്കാണ്. നീ പിന്നെ ഇങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് പോകുന്നതിനേക്കാളും നല്ല നേരെ ഇവിടെ ഇങ്ങോട്ട് പോയി. അത് നല്ലൊരു ആശയമാണ്. ഞാൻ പറഞ്ഞത് സത്യല്ലേ? അതാണ് തെങ്ങ്. വാവ്, നമ്മളങ്ങനെ പാലക്കാടുള്ള തെങ്ങ് കണ്ടു. ആ പനയെന്നാണ് നമ്മൾ നൊങ്കെടുക്കണം. അത് തെങ്ങടി മണ്ടി. അതാണ് പന. ഓ ഗൈസ്, ഇതാണ് പന. ഇതാണ് നൊങ്ക് പന. നൊങ്കെടുക്കണം. നൊങ്ക് ഒരു റൗണ്ട് ഷേപ്പിലൊരു സാധനം ഉണ്ടോ, അത് നമ്മളിങ്ങനെ ചെത്തി ഇങ്ങനെ കുടിക്കും. അതാണ് നമ്മൾ നൊങ്ക് എന്ന് പറയുന്നത്. മേടിച്ചു കൊടുക്കുമ്പോ കാണിച്ചു തരാം. ഓക്കെ. ഒരു പച്ച പാമ്പ്. അയ്യോ ലീസ് ഇത്ര പേടിത്തോറി. എടാ അതിനെ കാണാനില്ല ഇപ്പൊ. അങ്ങനെ പാമ്പിനെ പേടിയുള്ള ഈ പിള്ളേരുടെ കൂടെ നമ്മൾ കുറച്ച് സ്ഥലങ്ങളിൽ പോകാമെന്ന് വിചാരിച്ചു. മലമ്പുഴ ഡാമിലും കവ ഐലൻഡിലും ഒക്കെ. അങ്ങനെ നമ്മൾ 2 വണ്ടികളിലായി യാത്ര തുടങ്ങി. ഈ കല്യാണം നടക്കുന്നിടത്തുനിന്ന് അധികം ദൂരമില്ലായിരുന്നു കേട്ടോ കവ ഐലൻഡിലോട്ടൊക്കെ. അപ്പം നമ്മൾ 2 വണ്ടിയിലായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. പോകുമ്പോൾ ഉള്ള വഴികളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. കുറേ മരങ്ങളൊക്കെ. എൻ്റെ സങ്കല്പത്തിലുള്ള പാലക്കാട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. പിന്നെ ഈ മല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ആ മലയുടെ മണ്ടയ്ക്ക് ഇങ്ങനെ മേഘം തൊട്ട് നിൽക്കുന്നത് പോലെ. പിന്നെ ആകെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നല്ല ചൂടായിരുന്നു. നമ്മൾ പോയത് നട്ടപ്പറ വെയിലത്തുമായിരുന്നു. അതൊഴിച്ചാൽ ബാക്കിയൊക്കെ രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വണ്ടി ഓടിച്ച് അവസാനം സ്ഥലത്തെത്തി. അവിടെ നിന്നും നമ്മൾ കുറച്ച് നേരം ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു. ഈ വഴികളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നിറച്ച് മരങ്ങളും എന്തോ വേറൊരു ലുക്കായിരുന്നു സ്ഥലമൊക്കെ കാണാൻ. അത് കഴിഞ്ഞ് അവിടെ ചെന്നപ്പം അവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ അവരെയൊക്കെ നോക്കി ഇവരെയൊക്കെ നോക്കി അവിടെ നിന്ന് കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പോന്നു. ഈ സ്ഥലമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു പ്രത്യേക ഭംഗിയില്ലേ. ഇതിനൊക്കെ കിളി ഒച്ച ഉണ്ടാക്കുന്ന സൗണ്ടൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ മ്യൂട്ട് ചെയ്തപ്പം എല്ലാം മ്യൂട്ടായി. ഇനി എനിക്കിത് തിരിച്ച് മാറ്റാനൊന്നും പറ്റത്തില്ലാത്തതുകൊണ്ട് ഞാൻ മാറ്റാത്തെ. പിന്നെ കുറേ കുരങ്ങന്മാരെയൊക്കെ കണ്ടു. പിന്നെ നമ്മൾ തിരിച്ച് ജ്യൂസ് കുടിക്കാൻ പോവുക. അപ്പം കുറേ ആടുകളെ കണ്ടു. നിറച്ച് ഭംഗിയുള്ള വഴികളൊക്കെ.
പിന്നെ ഈ മാവൊക്കെ കണ്ടോ, കുള്ളൻ മാവായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ അതൊക്കെ വീഡിയോ എടുത്ത് വെച്ചു. പിന്നെ വീണ്ടും നേരത്തെ പറഞ്ഞതുപോലത്തെ വഴികൾ. അങ്ങനെ യാത്ര ചെയ്ത് നമ്മൾ ജ്യൂസ് കടയിലെത്തി. ആ ജ്യൂസ് കടയിൽ കുറേ ചെടികളൊക്കെ വെച്ച് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരു പച്ചപ്പും ഹരിതാപമുള്ള ജ്യൂസ് കട. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയിരുന്നു. ഞാനും പിന്നെ ഒരാളും മാംഗോ ജ്യൂസ് വാങ്ങി, വേറെ 2 ആപ്പിൾ ജ്യൂസ് വാങ്ങി. അൺഫോർച്ചുനേറ്റ്ലി മാംഗോ ജ്യൂസിന് ഒട്ടും തണുപ്പുമില്ലായിരുന്നു, ഒരു 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 ടേസ്റ്റ് ഇല്ലായിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ലായിരുന്നു, കുടിക്കാൻ പറ്റി. പിന്നെ അവിടെ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നല്ലോ, ഞാൻ വെക്കാൻ തന്നെ ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഊഞ്ഞാലിൽ പോയിരുന്ന ആടി. അവിടെ നിന്ന് ജ്യൂസ് കുടിച്ച് കുറച്ച് എനർജി ആയിട്ട് നമ്മൾ നേരെ മലമ്പുഴ ഡാമിൻ്റെ അങ്ങോട്ട് പോവാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു സ്നേക്ക് റിസർവോയർ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ മലമ്പുഴ ഡാമിലെ വെള്ളത്തിലിറങ്ങാൻ പോവുകയാണ്. ഇവിടെ എത്തിയപ്പോഴത്തേക്കും ആ വെയിലൊക്കെ ഒന്ന് മാറി, അത്യാവശ്യം നല്ലൊരു വൈകുന്നേരത്തിൻ്റെ നല്ലൊരു ക്ലൈമറ്റായി. അപ്പം നമുക്ക് അവിടെ നിന്നപ്പം അത്ര ക്ഷീണം തോന്നിയില്ല. പിന്നെ നമ്മൾ ഈ മാങ്ങ മുളകിട്ടത് വാങ്ങി. ഇവിടെ വന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മണിയുടെ വീട്ടിൽ പോയത് ഇഷ്ടപ്പെട്ടു, കല്യാണത്തിന് പോയത് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ പോയത് ഏതാ സ്ഥലം? കവയിൽ പോയി, കവയും ഇഷ്ടപ്പെട്ടു. ഇപ്പൊ നമ്മള് മലമ്പുഴ വന്ന് ഇവിടെ നമുക്കിനി ആ പാറേന്റെ മണ്ടയ്ക്ക് പോകാം. നല്ല രസം, ലീത്തും തീയും പെട്ടെന്നടിക്കാൻ. അങ്ങനെ അവർ പെട്രോൾ അടിക്കാൻ പോയ സമയം കൊണ്ട് നമ്മൾ ഇവിടെ ഇരുന്നു. ഇവിടെ ഇരുന്നപ്പോൾ സൈത്ത് പാട്ടൊക്കെ പാടി. സൈത്തിൻ്റെ പാട്ട് ഞാൻ കേൾപ്പിക്കാം. കാടുമലകളും കൂടി പിണയുന്ന നാടാണ് ഞങ്ങളുടെ പാലക്കാട്. ഗൈസ്, നിങ്ങൾക്ക് വെള്ളത്തിന്റെ ബ്ലബ്ലാ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? സുഹൃത്തുക്കളെ, അവിടെ നമ്മളൊരു അരമണിക്കൂറൊക്കെ ഇരുന്നിട്ട് നമ്മൾ നേരെ തിരിച്ചു വന്നു. കാരണം എനിക്ക് ബസ് കയറി വേണമായിരുന്നു തിരിച്ചു പോവാൻ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് യാത്ര തിരിച്ച് പോരുന്ന വഴിക്ക് കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ട്. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് അവിടെ ഒന്നും കയറാൻ പറ്റത്തില്ല, കാരണം സമയം വളരെ കുറവാണ്. അവിടെ നിന്ന് നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പം അങ്ങനെ കാത്തിരുന്ന നൊങ്കിനെ കണ്ടു കിട്ടി. കുറേ നോക്കിയെങ്കിലും വേറെ എങ്ങും നൊങ്ക് കണ്ടില്ല. അപ്പം ഇവിടെ നിന്ന് നമ്മളത് വാങ്ങിക്കാം എന്ന് തീരുമാനിച്ചു. അൺഫോർച്ചുനേറ്റ്ലി തീരെ മധുരമില്ലായിരുന്നു. എന്താ പറ്റിയതെന്ന് അറിഞ്ഞുകൂടാ, ചിലപ്പോൾ കാത്തിരുന്ന് കിട്ടിയതുകൊണ്ടായിരിക്കും. പിന്നെ ഞാൻ ഇങ്ങനെയല്ല തിന്നിട്ടുള്ളത്, അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഈ കരിക്കൊക്കെ തോണ്ടി തിന്നും പോലെ തിന്നത്. പക്ഷേ ഇവരിങ്ങനെ റംബൂട്ടാൻ കൊണ്ടുവരുന്നത് പോലെ കൊണ്ടുവന്നു, അതെന്തിനാണെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ അത് തിന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും കാളവണ്ടികൾ പോയി. കുറേ കാളവണ്ടികൾ ഇങ്ങനെ ദും പറഞ്ഞ് പോകുന്നുണ്ടായിരുന്നു. ഞാൻ ആകെ ഒരു പ്രാവശ്യം കാളവണ്ടി കണ്ടിട്ടുള്ളൂ, ഇത് ഞാൻ 2ാമത് കാണുന്നതാണ്. കുഞ്ഞു കാളയും വലിയ കാളയും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ തിരിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് പോയി. അങ്ങനെ യാത്ര പറഞ്ഞ് അവരവരുടെ വീടുകളിലേക്ക് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ കുഞ്ഞ് പാലക്കാട് യാത്ര. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ.